കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജൂലി ടീച്ചറിൻ്റെ. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് സൂപ്പാണ്. വെജിറ്റബിൾ ചൈനീസ് സൂപ്പ്. കുട്ടികൾക്കായാലും വലിയവർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റാണ് സൂപ്പ്. നമ്മൾ ഭക്ഷണത്തിന്റെ മുന്നേ ആയിട്ട് കഴിക്കുന്നതാണ് ഈ സൂപ്പ്. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ കുട്ടികൾക്കായാലും വലിയവർക്കാണെങ്കിലും ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റാണ് സൂപ്പ്. നമ്മൾ ഈ ചൈനീസ് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഒരു സബോള, മീഡിയം സബോള എടുത്താൽ മതി, അത് ചെറുതായി അരിഞ്ഞത്. അതുപോലെ ബീൻസ് നമ്മളൊരു 100 ഗ്രാം, അതും ചെറുതായി അരിഞ്ഞത്. അടുത്തത് നമ്മൾ ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മൾ ഒരു 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം ലെവലുള്ള ക്യാരറ്റ് 2 എണ്ണം. പിന്നെ നമ്മൾ സെല്ലറി ലീവ്സ് എന്ന് പറയും. സെല്ലറി നമ്മൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ഒരു ഇലയാണ് സെല്ലറി. അപ്പോൾ ഇത് നല്ല സ്വാദും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല മണമുണ്ട്. പിന്നെ നമ്മൾ കുറച്ചാണ് കോൺഫ്ലവർ നമ്മൾ അത് വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സൂപ്പിന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതുപോലെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 4-5 അല്ലി ഉണ്ടാവും അത് അരിഞ്ഞത്, സോയാ സോസ്, അതുപോലെ ചില്ലി സോസ്, അതുപോലെ നമ്മുടെ ഉപ്പ്, പാകത്തിനിടാനായിട്ടുള്ള ഉപ്പ്, അതുപോലെ മുട്ട ബീറ്റ് ചെയ്ത് നമ്മൾ അതിൽ ഈ സൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ടാണ് മുട്ട. നമുക്ക് സൂപ്പിലേക്ക് അതുപോലെ തന്നെ ഓയിൽ നമുക്ക് ചെറുതായി ഒന്ന് വഴറ്റാനായിട്ട് ഉള്ളതാണ് ഓയിൽ. അതും കുറച്ച് പാകത്തിനാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഐറ്റംസ് ആണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ചൈനീസ് സൂപ്പ് ഉണ്ടാക്കാണ്. ആ സൂപ്പിൽ നമ്മൾ കുറച്ച് വെള്ളം, ഒരു 10 പേർക്കുള്ള വെള്ളം, കഴിക്കാനുള്ള വെള്ളമാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഈ ഐറ്റംസൊക്കെ എല്ലാം കൂടി നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ തീ കത്തിച്ച് നമ്മൾ ഈ പാത്രത്തിലത്തെ വെള്ളം തിളച്ച് വരണം. അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി, നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, പൊടിയായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, അതുപോലെ നമ്മൾ വെളുത്തുള്ളി, പൊടിയായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി, അതെല്ലാം ചേർത്ത്, അതുപോലെ സബോള, ഇതെല്ലാം ഒന്ന് തിളച്ച് നമ്മൾ വരുത്തണം. അപ്പോൾ തിള വരുന്നത് വരെ നമ്മൾ നോക്കുകയാണ്. ഇതേ സമയം നമ്മൾ ക്യാരറ്റും ബീൻസും കൂടി വഴറ്റുകയാണ്. ആ വഴറ്റാനായിട്ട് നമ്മൾ ആദ്യമായി ഓയിൽ ഒഴിക്കുന്നു. കുറച്ച് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീൻസ് ഇടുന്നു. ചെറുതായി അരിഞ്ഞ ബീൻസ്, ചെറുതായി അരിഞ്ഞ ക്യാരറ്റ്, ഇത് നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. ചെറുതായി വഴറ്റിയാൽ മതി, കൂടുതലായിട്ട് വഴറ്റണ്ട. ചെറുതായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓഫാക്കുകയാണ്, തീ ഓഫാക്കുകയാണ്. ഏകദേശം നമ്മൾ വഴറ്റി പാകത്തിനായി. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ആക്കുകയാണ്. ഇത് നമ്മൾ എടുത്തിട്ട് നമ്മളിതൊന്ന് ചെറുതാക്കി വെച്ച് കഴിഞ്ഞ് നമ്മളിത് ഇതിലിറക്കിയിടുന്നു.
വെള്ളത്തിലേക്ക് നമ്മളിട്ടു. ഇളക്കി കൊടുക്കുക. നമ്മൾ പാകത്തിന് ഉപ്പിടുക. ഉപ്പ് നമ്മൾ പാകത്തിന് ഇട്ടു. അപ്പം നമ്മൾ കുരുമുളക് പൊടി ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പഞ്ചസാര 2 സ്പൂൺ പഞ്ചസാര ഇടുന്നു. കുറച്ച് സോയാ സോസ് അല്ല ചില്ലി സോസ്, കുറച്ച് 2 സ്പൂൺ സോയാ സോസ്, അത് കഴിഞ്ഞ് നമ്മൾ സെല്ലറിയാണ് ഇടുന്നത്, ചെറുതായി അരിഞ്ഞത്, ചുറുക്ക, നമ്മൾ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയാണ്. നമ്മൾ വെച്ചിട്ടുള്ള മുട്ട ബീറ്റ് ചെയ്യാണ്. സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി ചൂടോടെ തന്നെ സൂപ്പ് കഴിക്കാനായിട്ട് നോക്കണം. സ്വാദിഷ്ടമായ സൂപ്പാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാനായിട്ട് നമ്മൾ ഈ സൂപ്പ് എല്ലാവരും കഴിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചൈനീസ് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സുകളും പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും എല്ലാ അഭിപ്രായങ്ങളും പറയണം. ഓക്കെ, ഇതിൽ പറയാനാണെങ്കിൽ ഇതൊരു നമുക്ക് നല്ല ത്രോട്ട് പെയിൻ അങ്ങനെ എന്തെങ്കിലും തൊണ്ടയ്ക്ക് പ്രശ്നം അങ്ങനെയുള്ള ജലദോഷം കഫ് അതൊക്കെ വരികയാണെങ്കിൽ അത് മാറ്റാൻ ഇത് ഉപകരിക്കുന്ന എനിക്ക് തോന്നുന്നു. കാരണം കുറേ അധികം മെഡിസിനിൽ കുറേ കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുടിക്കാൻ നല്ല സുഖമാണ്. നമുക്ക് നല്ല ഒരു ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഓക്കെ, അല്പം ചൂടോടുകൂടി തന്നെ ഈ വെജിറ്റ് സൂപ്പ് പറഞ്ഞ പോലെ വെജിറ്റ് സൂപ്പ് അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഈ സമയത്ത് അത് കഴിക്കുകയാണ്. അല്പം കുരുമുളകിൻ്റെയും അതിൻ്റെ പല സ്പൈസസിൻ്റെ എല്ലാം കൂടി ഉള്ള ഒരു ടേസ്റ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സമയത്തേക്ക് വളരെ നന്നായി തോന്നുന്നു.
നന്നായി തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റിനൊക്കെ നല്ലൊരു ഫീല് ഇത് കഴിക്കുമ്പോൾ ഉണ്ട്. നല്ല ടേസ്റ്റ്, നല്ല രസമുണ്ട്, അടിപൊളിയാണ്. നല്ല അടിപൊളി സൂപ്പാണ് ഇത്. നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. വളരെ കുറേ ഇൻഗ്രീഡിയൻസ് ഉള്ള കാരണം കൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അടിപൊളി സംഭവം. ആദ്യമായിട്ട് സൂപ്പ് കുടിക്കണത് നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നന്നായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് ഒന്ന് കുടിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ചൈനീസ് സൂപ്പ് ഒക്കെ എല്ലാം കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്ത ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഹാപ്പി ഈസ്റ്റർ. അർണോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അഫ്ഗാനി ചിക്കനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർക്കാവുന്ന ഒരു ഐറ്റാണ് അഫ്ഗാനി ചിക്കൻ. വിശേഷ ദിവസങ്ങളിലെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റാണ് അഫ്ഗാനി ചിക്കൻ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മള് അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് 1/2 കിലോ ചിക്കൻ, പിന്നെ അതില് ഒരു 4-5 പച്ചമുളക്, ഇഞ്ചി ഒരു കഷ്ണം, പുതിന കുറച്ചൊരു പിടി, അത് കഴിഞ്ഞ് തൈര്, കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് സബോള ഒരു 2 എണ്ണം, ഇതെല്ലാം നമ്മൾ മിക്സിയിൽ അടിച്ച് നമ്മൾ ഈ ചിക്കനിൽ ഇടാണ്. അതങ്ങനെ പുരട്ടി മാരിനേറ്റ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കാം. അത് തണുപ്പ് മാറിയിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഇതിൽ നമ്മൾ ഈ കളറ്, പച്ച കളറ് കാണുന്നത് നമ്മൾ കസൂരി മേത്തി എന്ന് പറയുന്നതാണ്. അത് ഉലുവ ഇലയാണ്, അതും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ തണുപ്പൊക്കെ മാറി നമ്മൾ ഇത് എടുത്ത് വഴറ്റല്ല, കുറച്ച് വേവിക്കുക. ബട്ടറിലിട്ടിട്ട് നമ്മൾ വേവിക്കുകയാണ് ചെയ്യുന്നത്. ആ ബട്ടറിലിട്ട് കഴിഞ്ഞ് ഒരു 1/4 വേവാകുമ്പോൾ, ചിക്കൻ 1/4 വേവാകുമ്പോൾ അത് നമ്മൾ എടുക്കുന്നു. അതിൻ്റെ മസാലകൾ, ബാക്കി മസാലകൾ ഉള്ളതാണ് നമ്മൾ ആ ബട്ടറിൽ, ബാക്കിയുള്ള ബട്ടറിൽ നമ്മുടെ ഗ്രാമ്പു, പട്ട, അതുപോലെ അതൊക്കെ ഇട്ട് അങ്ങനെ വഴറ്റി നമ്മൾ ഗ്രേവി ആക്കിയിട്ട് ഈ ചിക്കൻ്റെ മേലെ ഇടണം. പിന്നെ അതിൻ്റെ മേലെ ഇടാനായിട്ട് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇതിൽ മിക്സിയിൽ അടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ പുതിനയിൽ ലാസ്റ്റ് നമ്മൾ അണ്ടിപ്പരിപ്പും പുതിനയൊക്കെ ഇതിൽ വെതറി നമ്മൾ ടേസ്റ്റോടു കൂടി ഈ അഫ്ഗാനി ചിക്കൻ കഴിക്കാം. അപ്പം നമ്മൾ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. എല്ലാ മസാലകളും ചേർത്ത്, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മസാലകളും ചേർത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. നമ്മൾ ഇനി അത് ബട്ടറിട്ട് അത് ഒരു 1/4 വേവ്, ബട്ടറിട്ട് 1/4 വേവ് നമ്മൾ എടുക്കണം. ഒന്ന് ചൂടായി വരണം. അങ്ങനെ ബട്ടർ എന്തായാലും ഇതായി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഓരോ പീസായിട്ട് ഇടുകയാണ്. മാരിനേറ്റ് ചെയ്ത നമ്മുടെ ചിക്കൻ ഓരോ പീസായിട്ട് ഇത് 1/4 വേവിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഒരു 1/4 വേവിലായിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ നമ്മൾ ഇതൊന്ന് കോരിയെടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ഐറ്റംസ് പിന്നെ നമ്മൾ പറയാം.
അത് നമ്മൾ ബാക്കിയുള്ള ബട്ടറിൻ്റെ എണ്ണയിൽ തന്നെ നമ്മൾ ഇത് പട്ട ഒരു 2 കഷ്ണം ചെറുതാക്കി പൊട്ടിച്ചിട്ടത്, ഗ്രാമ്പു 4 എണ്ണം, അത് നമ്മളൊന്ന് ചെറിയൊരു പൊരിച്ചെല്ലെടുക്കുകയാണ്. ചെറിയൊരു മുരിച്ചെല്ലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രേവി, ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ഗ്രേവി ബാക്കിയില്ലായിരുന്നു, അത് നന്നായി നമ്മൾ മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കസൂരി മേത്തി മാരിനൈസ് ചെയ്യുമ്പോൾ കസൂരി മേത്തി ഇട്ടുണ്ട്, ഇപ്പോഴും ചെറിയ ഒരു കളറിന് കസൂരി മേത്തി. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് നമ്മൾ മിക്സിയിൽ അടിച്ചതുണ്ടായിരുന്നു, അത് ഒന്ന് ഗ്രേവി ആക്കിയിട്ടിടുക. ഗ്രേവിയിലേക്ക് കുറച്ചിട്ടു, കുറച്ച് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളാക്കി വെച്ച ഈ ഗ്രേവി ഗ്യാസ് ഓഫാക്കി നമ്മൾ ഇതിലേക്ക് ഇടണം. അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും, കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അവരൊന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം. നിങ്ങളും ഇതുപോലെ ഈ അഫ്ഗാൻ ചിക്കൻ ഉണ്ടാക്കണം, ടേസ്റ്റ് നോക്കണം. എല്ലാവർക്കും, നമ്മുടെ വിരുന്നുകാർക്ക്, ഗസ്റ്റുകൾക്കൊക്കെ നമ്മൾ ഈ അഫ്ഗാൻ ചിക്കൻ ഉണ്ടാക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർക്കാവുന്ന ഒരു ഐറ്റമാണ് അഫ്ഗാൻ ചിക്കൻ. അടിപൊളിയുണ്ട്. ഓരോ ചിക്കൻ കഷ്ണത്തിനും അതിന്റെ ഗ്രേവിയും കൂടി വരുന്ന സമയത്ത് ആ ഗ്രേവി തന്നെ അതിന്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്നുണ്ട്. നല്ല ഗ്രേവിയാണ് എന്ന് വെച്ചാൽ അതിനൊരു പെക്യുലർ ആയിട്ടുള്ള ടേസ്റ്റ് വരുന്നുണ്ട് ആ ഗ്രേവിക്ക്. ആ ഗ്രേവി എന്ന് തോന്നുന്ന ആ സാധനത്തിന് മൊത്തത്തിൽ എടുത്ത് നിർത്തുന്ന ഒരു സംഭവം. കുറച്ചും കൂടി ലൂസായിട്ട് നമുക്ക് ചെയ്യണം. ഇത് ഇത്തിരി ഗ്രേവി കുറഞ്ഞു പോയി. ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഗ്രേവി കുറച്ച് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാല് നമുക്ക് നന്നായി ടേസ്റ്റ് ഒന്നുകൂടി. ആ സംഭവം അത് അടിപൊളിയുണ്ട്. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അഭിപ്രായമാണ്, നന്നായിട്ടുണ്ട്. ഇതിനകത്ത് ആന്റി പറഞ്ഞ പോലെ കുറച്ചും കൂടി ഇതായിരുന്നെങ്കിൽ ഗ്രേവിയിലായിരുന്നെങ്കിൽ കുറച്ചും അടിപൊളിയാണ്. അത്ര നല്ല അടിപൊളി സാധനമാണ്. പരീക്ഷ വെക്കുക, ഇഷ്ടപ്പെടും. ഇതിൽ ഈ പുതിന, മല്ലിയില തുടങ്ങിയ ഐറ്റംസ് ഒക്കെ ചേർന്നപ്പോൾ ഷവർമ്മ ഒക്കെ കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. അത് അഫ്ഗാനി ചിക്കനാണ്, പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റിൽ തോന്നുന്നത് ഒരു ചെറിയ ചെറിയ പീസുകളായി ഇതുപോലെ ഇങ്ങനെ അടർന്ന് വരുന്നുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. കുറച്ചുകൂടി ഗ്രേവി ആക്കി കഴിഞ്ഞാൽ കൂടുതൽ. എനിഹൗ അഫ്ഗാനി ചിക്കൻ സൂപ്പർ. ഓക്കെ, നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഞാനും കഴിച്ചു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ജ്യൂസി ആയിട്ടുണ്ട്, സംഭവം സൂപ്പറാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം എന്തായാലും. അപ്പൊ നമ്മുടെ അഫ്ഗാനി ചിക്കൻ നെയ്ച്ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ആയിട്ട് നമ്മൾ കഴിച്ചാല് നന്നായി അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും അത് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും, വിരുന്നുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും അർണോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ജാക്ക് ഫ്രൂട്ടിന്റെ കുരു കൊണ്ടാണ് ഒരു ഷേക്ക്, ചക്കക്കുരു ഷേക്ക്. നമ്മുടെ ഹെൽത്തി ആയിട്ട് ഈ ചക്കക്കുരു ഇന്ന് പ്രാധാന്യമുള്ളതാണ്. ക്യാൻസറിനെ മറികടക്കാനുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ ചക്കക്കുരു. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കാനാണ്. പെട്ടെന്ന് തന്നെ, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റാണ്. എല്ലാവർക്കും നന്നായി സ്വാദിഷ്ടമായി കഴിക്കാവുന്ന ഒരു ഐറ്റാണ് ചക്കക്കുരു ഷേക്ക്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചക്കക്കുരുന്റെ ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു 20 ചക്കക്കുരു എടുത്തു കഴിഞ്ഞാല് ഒരു 5 പേർക്കൊക്കെ നമുക്ക് ഒരേ ഗ്ലാസ് ആയിട്ട് ചക്കക്കുരു ഷേക്ക് കഴിക്കാം.
അത് ചക്കക്കുരു എടുത്തു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മുരി കളഞ്ഞിട്ട് ചുവന്ന മുരികളുണ്ടാവും, അത് കളഞ്ഞ് നമ്മൾ നുറുക്കി കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അത് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇതാണ് അടിച്ചെടുത്തിട്ടുള്ളത്. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാല് തിളപ്പിച്ച് അത് ഈ അടിച്ചു വെച്ച ചക്കക്കുരു പാലിൽ നമ്മൾ മിക്സ് ചെയ്യാണ്. നന്നായി മിക്സ് ചെയ്ത് അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്തിട്ട് അതിൽ നമ്മൾ ഈ ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഓരോ അളവനുസരിച്ചിട്ടാണ് നമ്മൾ കൂട്ടിയെടുക്കേണ്ടത്. നമുക്കിപ്പോൾ 20 ചക്കക്കുരുവാണ്. അപ്പോൾ അതിന് ഒരു 10 അണ്ടിപ്പരിപ്പ്, ഒരു 10 ബദാം, കുറച്ച് കപ്പലണ്ടി, ഒരു 2-3 സ്പൂണ് കപ്പലണ്ടി, അതുപോലെ തന്നെ മുന്തിരി ഒരു 10, മുന്തിരിയല്ല സോറി, ഈത്തപ്പഴം ഒരു 10 എണ്ണം, എസൻസ് ഒരു 2 സ്പൂണ്, വാനില എസൻസ് 2 സ്പൂണ്, പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം, അത്രമാത്രമാണ്. അപ്പൊ അടിച്ചു വെച്ച നമ്മള് ചക്കക്കുരു, വേവിച്ച ചക്കക്കുരുയാണ്, അത് അടിച്ചു വെച്ചത് നമ്മൾ പാലില് മിക്സ് ചെയ്തിട്ട് അടിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പഞ്ചസാരയും ഇതിനോട് കൂടെ ചേർത്ത് ഈ 3 ഐറ്റവും കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചക്കക്കുരു വേവിച്ച് നമ്മൾ മിക്സിയിലടിച്ച് പഞ്ചസാരയും പാലും കൂടി അടിച്ചെടുത്ത ഐറ്റമാണ് ഇത്. ഈ രൂപത്തിലാണ് നമ്മൾ കട്ടിയിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൽ കുറച്ച് ഈത്തപ്പഴം അത് നമ്മൾ മിക്സ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് കപ്പലണ്ടി, നമ്മുടെ ഐറ്റംസ് നല്ല ഐറ്റംസൊക്കെ ഇതിൽ ചേർക്കുകയാണ്. അപ്പോൾ കപ്പലണ്ടി കുറച്ച് 2-3 സ്പൂൺ കപ്പലണ്ടി, അതുപോലെ ബദാം ഒരു 10 എണ്ണം, അണ്ടിപ്പരിപ്പ് ഒരു 10 എണ്ണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാണ് നമ്മൾ ഈ ഷേക്കിലേക്ക് മിക്സ് ചെയ്യാണ്. അതിന് ശേഷം നമ്മൾ ഒരു കളറും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വാനില എസൻസ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുകയാണ്. 2 സ്പൂണ് വാനില എസൻസ്. ഓക്കെ, ഇതെല്ലാം കൂടി നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ഇട്ടിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്, കഴിക്കാനും സ്വാദിഷ്ടമാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർക്കുകയാണ് ഇതിൽ. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടാവും, അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് കുറവ് പഞ്ചസാര മതിയാവും, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഈ സ്വാദിഷ്ടമായ ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കുക, എല്ലാവരും രുചിയോട് കൂടിയിട്ട് കഴിക്കുക. ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല അടിപൊളി ചക്കക്കുരു ഷേക്കാണ്. ചക്കക്കുരുയാണെന്ന് അറിയോ പോലുമില്ല ഉണ്ടാക്കി കഴിഞ്ഞാല്. അപ്പോൾ അടിപൊളി ചക്കക്കുരു ഷേക്കാണ് ഇന്ന് ഇവിടെ നമ്മൾ ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും നിങ്ങൾ അത് എല്ലാ ഗസ്റ്റുകൾക്കും കൊടുക്കുക. ഓക്കെ, സൂപ്പറായിട്ടുണ്ട്.